ക്ഷേത്രക്കൊള്ളയിൽ ശക്തമായ ജനകീയ സമരത്തിനൊപ്പം നിയമപോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. സംസ്ഥാനത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡുകൾ നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് VHP ഹൈക്കോടതിയിൽ ഹർജി നൽകി. ആരെയും ആശങ്കപ്പെടുത്തുന്ന തട്ടിപ്പാണ് നടക്കുന്നതെന്നും കൃത്യവും ശക്തവുമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് പുറത്തുവരൂവെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ജനം TVയോട് പറഞ്ഞു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന തീവട്ടിക്കൊള്ളയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. ഭക്തരുടെ ഭാഗത്തുനിന്നും വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു. ഭക്തരെ കബളിപ്പിക്കുന്ന ഒരു നടപടികൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും VHP ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ കടുത്ത ഒരു നടപടിയിലേക്ക് നിയമപരമായി കൂടി ഈ വിഷയത്തെ നേരിടാൻ പോവുകയാണ്. എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും നിയമ നടപടിയിലേക്ക് കൂടി പോകാൻ വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാനമായും ഹൈക്കോടതിയിൽ കഴിഞ്ഞ കുറേയേറെ ദിവസമായി ശബരിമലയിൽ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ളയെ പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ സമാന സാഹചര്യത്തിൽ ധാരാളം ക്ഷേത്രങ്ങളിൽ ഇപ്രകാരമുള്ള കൊള്ളകൾ നടക്കുന്നു. സ്വർണം, അമൂല്യ ലോഹങ്ങൾ ഉൾപ്പെടെയുള്ളവ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്താണ് ഇതിന് കാരണം മോഷ്ടിക്കുന്നതിൻ്റെ? ഇതിനെ സംബന്ധിച്ച കണക്കുകളില്ല. ഇതിൻ്റെ മൂല്യങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ഗുണനിലവാരം എങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. ഇക്കാര്യങ്ങളെപ്പറ്റിയുള്ള അന്വേഷണം ബഹുമാനപ്പെട്ട കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലും, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ, എല്ലാ ദേവസ്വം ബോർഡുകളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഉദാസീനതയാണ് ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ അവസരമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളെ, കേരള ഗവൺമെൻറ്റിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും കൊച്ചി ദേവസ്വം ബോർഡിനെയും മലബാർ ദേവസ്വം ബോർഡിനെയും ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡുകളെയും CBIയെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും കൂടെ കക്ഷി ചേർത്തുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു OP ഫയൽ ചെയ്തിരിക്കുകയാണ്. നമ്മൾ 2-3 ആവശ്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ആവശ്യം, ഇപ്പോഴത്തെ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കേണ്ട സാഹചര്യം ഉള്ളതിനാൽ അത് CBI അന്വേഷിക്കണം. CBIക്ക് മാത്രമേ അത് അന്വേഷിക്കാൻ സാധിക്കത്തുള്ളൂ. കേരളത്തിലെ ലോക്കൽ പോലീസ്, അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെങ്കിൽ പോലും ഇത് അന്വേഷിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ ഹൈദരാബാദ് ആയിക്കൊള്ളട്ടെ, ചെന്നൈ ആയിക്കൊള്ളട്ടെ, ബാംഗ്ലൂർ ആയിക്കൊള്ളട്ടെ, ഇവിടേക്ക് അന്വേഷണം നീളണമെന്നുണ്ടെങ്കിൽ CBI പോലുള്ള ഒരു ഏജൻസി ഉണ്ടാകണം. രണ്ടാമത്തെ ആവശ്യമാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സ്വത്തുവകകളെ സംബന്ധിച്ചുമുള്ള ഒരു സമഗ്രമായിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഭക്തജനങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല. അത് CAGയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതും ഞങ്ങൾ അതിനോടൊപ്പം ആവശ്യപ്പെട്ട് ഓൾറെഡി ഇപ്പോൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തിരുവാഭരണ കമ്മീഷണർമാർ അവർ ശരിക്കും നിയോഗിക്കുന്ന സമയത്തെ ഡ്യൂട്ടി മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം വരുമ്പോൾ കൃത്യമായ ആ രേഖകളൊന്നും തന്നെ സൂക്ഷിക്കാറില്ല. അതിലുണ്ടാകുന്ന ഒരു ഗുരുതരമായ വീഴ്ച ഈ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് ഈ പെറ്റീഷനകത്ത്, ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷനകത്തുണ്ട്. ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ചുമതല മാറുമ്പോൾ, പ്രൊമോഷൻ ആവുകയോ ട്രാൻസ്ഫർ ആവുകയോ ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ ഹാൻഡിങ് ഓവർ, ടേക്കിംഗ് ഓവർ നടക്കുന്നില്ല. അമ്പലങ്ങളിൽ കിട്ടുന്ന ഒരു മാലയായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലോഹത്തിൻ്റെ ഒരു വഴിപാട് കിട്ടുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായും വ്യക്തമായും അത് രസീത് രേഖപ്പെടുത്തുന്ന വ്യവസ്ഥയില്ല. അത് കൃത്യമായി തൂക്കി നോക്കി ആ ദിവസം തന്നെ നമ്മളുടെ തിരുവാഭരണം രജിസ്റ്ററിലേക്ക് ചേർക്കുന്ന നടപടിയില്ല. അതെല്ലാം വളരെ സമഗ്രമായി 39ഓളം രേഖകൾ ഉൾപ്പെടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ OP സമർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളം ഒന്നാകെ വലിയ സമരങ്ങൾക്കൊപ്പം തന്നെ നിയമപരമായി കൂടി ഈ വിഷയത്തെ നേരിടുക, അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്നാലും നിയമപരമായി കൂടി ഈ വിഷയത്തെ കൃത്യമായി തന്നെ സമീപിക്കാനാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തീരുമാനം.